ഞാൻ ഒരു ആളെ കാണിച്ചു തരാം. നമ്മളെ മിന്നൂട്ടാ ആള്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഒരു സമയം എത്രയായി? സമയം 10 മണി കഴിഞ്ഞിരിക്കണം. എല്ലാവരും മയങ്ങണ സമയം. ഇപ്പൊ നായക്കളൊക്കെ മയങ്ങണ സമയമാണ്. ഭക്ഷണമൊക്കെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉറങ്ങാണ്. അപ്പൊ ആദ്യത്തെ ആളെ ഞാൻ കാണിച്ചു തരാം. രണ്ടാൾ പുറത്താണ്. പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുഞ്ചുവിന് മുറി ഡ്രസ്സ് ചെയ്തിട്ട് വേണം എനിക്ക് അമലെ പോകാനുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇതാ മിന്നുട്ടാ. നമ്മളെ മിന്നു സുഖമായി ഉറങ്ങാണ്. നമ്മുടെ അടുക്കുറത്ത് തന്നെ കട്ടിലുമേ. ഈ ചിലർ പറയും കെട്ടിടണോ നോക്കും. ഇവള് നമ്മളെ വീട്ടിന്റെ അകത്ത് ഫുൾ സ്വാതന്ത്ര്യത്തോടെ നടക്കുന്ന ആളാ. പക്ഷെ കെട്ടിടുന്ന പറഞ്ഞ പകലൊക്കെ ഇവിടെ കെട്ടിടുന്ന പറഞ്ഞ ഇതിന്റെ അഴിച്ച പൂച്ചന്റെ തലവട്ടം കണ്ടാൽ ഓടും. പിന്നെ പൂച്ചറ പുറകെ പോയിട്ട് എപ്പോഴാണ് വരിക, എവിടേക്കാ പോകണം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും നായനെ കെട്ടിടുന്നൊക്കെ അവരോരോ സാഹചര്യങ്ങളാണ് അനുസരിച്ചാണ്. അല്ല മിന്നു മിന്നു കാണുന്ന പോലെ കേട്ടോ ഭയങ്കര വയലന്റ് ആണ്. മരുന്ന് കൊടുക്കാൻ പറ്റില്ല, കാൽമ എന്തെങ്കിലും ആയ മുറി നോക്കാൻ പറ്റില്ല. ഈ കാണുന്ന പോലെ ഒന്നല്ല. ഈ കുഞ്ചുട്ടാ, കുഞ്ചു നല്ല ഉറക്കത്തിൽ. കുഞ്ചുകുട്ടി കുറുക്കുറു കുഞ്ചുകുട്ടി. കുഞ്ചുവിന്റെ മെയിനാണ് വാലാട്ടിൽ കേട്ടാ. വാല് ശക്തി വേണ്ടി ടപ്പ എന്ന് അടിച്ചുകൊണ്ടിരും. കുഞ്ചുന്റെ ഇതാണ് കുഞ്ചുവിൻ്റെ വീട്. കുഞ്ചുവിൻ്റെ എപ്പോഴും ഫുൾ നമ്മളെ മറ്റേ ഗേജില്ലേ, വണ്ടിയിൽ വെക്കുന്ന ഗേജാണ്. കുഞ്ചുവിൻ്റെ ആൾവേസ് ഓപ്പണാണ്. രാത്രി മാത്രമേ അടയ്ക്കുള്ളൂ. നമ്മൾ ആളില്ലെങ്കിലും അടയ്ക്കും. കുഞ്ചു എല്ലാം കൊടുത്ത് സ്ഥലം വിട്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ ഒരു പറമ്പുണ്ട്, അവിടെ പോയി എടുക്കും. അവിടെ നിന്നാണെങ്കിൽ പുറത്ത് നിന്ന് വേറെ നായ്ക്കൾ വരുന്നുണ്ട്. അപ്പോൾ കുഞ്ചു നമുക്ക് ഡ്രസ്സ് ചെയ്യണ്ടേ? ഇന്നത്തെ ഡ്രസ്സിങ് സ്വത്തി അതിൻ്റെ മുന്നേ നമുക്ക് പറമ്പിലുള്ള സലോമീനെയും കിങ്ങിണീനെയും പിടിച്ചു കൊടുന്ന് കെട്ടാം. അവർ രാവിലത്തെ പ്രഭാത സവാരി അവരെ പറമ്പിലാക്കുക. അത് കഴിഞ്ഞിട്ട് അവരെ ഇപ്പം അഴിച്ചു കൊണ്ടുവരാം. അതിൻ്റെ ഒപ്പം നമുക്ക് കുട്ടാപ്പിനെയും കാണാം. വേറൊരാളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ സ്വന്തക്കാരാണ് അല്ലേ? ഒരു ആയ പറഞ്ഞേ. ഓടി. അടുത്ത ഫുഡിങ് എപ്പോഴാണെന്നുള്ള ഓർത്ത് നിൽക്കുക. നമ്മൾ സലോമയുടെ പഴയ വീൽ ചെയറാട്ടോ. ഇത് നമ്മൾ കുട്ടാപ്പിക്ക് വേണ്ടിയിട്ട് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാണ്ട്. അപ്പോൾ കുഞ്ചു പോയാലും നമുക്ക് കുഞ്ചുവിനെ വീട്ടിലാക്കി കൊടുത്താലേ കുട്ടാപ്പിയുടെ നമ്മൾ ഫിസിയോതെറാപ്പി കറക്റ്റാക്കാൻ പറ്റുള്ളൂ. ആ കിങ്ങിണി വരൂ. കിങ്ങിണി മുത്തേ. ഇവള് കാലായിട്ട് നടക്കാൻ വയ്യ. അതൊരു വികലാംഗമായിരുന്നിട്ട് അവളെ നമ്മൾ രക്ഷിച്ചെടുത്താണ്. ഇവള് കിങ്ങിണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കിൽക്കാമ്പെട്ടി തന്നെയാണ്. ഇവിടെ ഇവരങ്ങനെ രാവിലെ കപ്പിടാനൊക്കെ ഇവിടെ കെട്ടിയിരുന്നത്. അപ്പുറത്തെ വീട്ടിലുള്ള ആ പരിസരത്ത് പുറത്തുനിന്ന് നായ്ക്കൾ വരുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നായയുടെ ഒരു തലവട്ടം കണ്ടാൽ ഇവിടെ കുരച്ചിട്ട് അപ്പം കെട്ടിയിട്ടില്ലെങ്കിൽ ഓടി പിന്നെ ആകെ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്വാതന്ത്ര്യത്തോടെ അത്യാവശ്യം നീളത്തിൽ അവർ കെട്ടിയിരുന്നത്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് കൂട്ടിൽ പോവാണ്. നടക്കൂ. ഇങ്ങനെ ഇവിടെയും കിങ്ങണീനെ ഓപ്പണായിട്ടാണ് ഇടുക കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സമയത്താണ് വീട് കിങ്ങണയുടെ ഡോർ ക്ലോസ് ചെയ്യുള്ളൂ. ഇനി കിങ്ങണയുടെ വിളയാട്ടം ഇവിടെ കിടന്നിട്ട് കിങ്ങണീനെ നമ്മൾ ഈ മരത്തമ്മ കെട്ടിയിടും. ഇനി നമ്മൾ പോകുന്നത് നമ്മളെ സലോമീനെ എടുക്കാം. സലോമി ഇത് നമ്മളെ കുട്ടാപ്പി ഇപ്പോൾ താമസിക്കുന്ന വീട് കേട്ടാ. കുട്ടാപ്പി അവിടെ ഉണ്ട് കേട്ടോ. കുട്ടാപ്പി ഹായ് പോരാ. കുട്ടാപ്പിയുടെ ചെവി ശ്രദ്ധിച്ചു നോക്ക്. ഇതൊരു പ്രത്യേക ബ്രീഡ് പോലെ ഉണ്ട് അല്ലേ? ഓക്കെ, എന്താണ് റെസ്റ്റ് കഴിഞ്ഞാ? കൂട്ടിക്ക് വരണോ? പോരാ കേട്ടോ. സലോമി വെയിൽ കായാൻ വേണ്ടി രാവിലെ ഞങ്ങൾ സൺബാത്താണ്. സലോമിക്ക് സ്കിന്നിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവൾക്ക് കുറേ മണ്ണിൽ കിടന്നുള്ള ട്രീറ്റ്മെൻറ്റാണ്. സൺബാത്ത്, പിന്നെ കുറേ തൈലം ഓയിൽ എണ്ണയൊക്കെ ഉണ്ട്. സലോമിയുടെ കൂട്ടിൽ ഇവിടെ പലക മാറ്റി ഇപ്പോൾ പുതിയൊരു പലക ഇടാനുള്ള പ്ലാനിങ്ങിലാണ്. പോകാം. പുതിയ ആൾക്കാരോട് പറയാം, സലോമി ഫുൾ പാരലൈസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടിയൊരു ഡോഗാണ് കേട്ടോ. ഫുൾ തളർന്നിട്ട് നിൽക്കാൻ പോലും കഴിയണ്ടേ, തളർന്നു വീണ്. അവളെ നമ്മൾ സെറ്റാക്കി ഇങ്ങനെ എടുത്ത് ഇല്ല സലോമി ഇപ്പോൾ കുതിച്ചു പോയി. അതങ്ങണ്ട് സലോമിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, സലോമിയുടെ കഴുത്തിലെ കയറൊന്ന് ലൂസായാൽ സലോമി പിന്നെ പഞ്ചായത്ത് വിടും. ആരാധന കളിയിലാണ്. അപ്പോൾ സലോമിക്ക് ഇങ്ങനെ കുറച്ച് സ്നേഹപ്രകടനങ്ങൾ അപ്പോൾ സലോമി കുഞ്ചുവിനോട് ഒരു സ്നേഹപ്രകടനം നടത്തിയിട്ടാ. ഉത്തരൊക്കെ ഉണ്ടാ നിങ്ങോട്ട് പറയാം. സലോമിയുടെ റൂം ഇവിടെയാണ്.
ഓയ് ശലോമീനും കിങ്ങിണീനും നമ്മള് കൂട്ടിന്റെ അവിടേക്ക് കൊണ്ടുപോയി അവരെ ഇവിടെ പറമ്പെന്ന് കൊണ്ടുപോയപ്പോ കുട്ടാപ്പിക്ക് സങ്കടം. കുട്ടാപ്പി കേട്ടില്ല. കുട്ടാപ്പി പറയാ, വർത്താനം പറയാം. കുട്ടാപ്പിനെ നമ്മൾ അവന്റെ വീട്ടിലാക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടാപ്പി വരൂ. കുട്ടാപ്പിനെ എന്താ നമ്മള് കെട്ടിട്ടിരിക്കണെന്ന് പറഞ്ഞാല് ഈ ചുമ്മാ ഈ ചരട് തടഞ്ഞിട്ടിട്ടില്ലേ കുട്ടാപ്പി നിരങ്ങി ആ കുഴിയിൽ പോയി വീഴും. ആ കുഴിയിൽ പിന്നെ അതിന്ന് കയറാണ്ട് ഇങ്ങനെ കരയും. പിന്നെ ഇവിടെ മൊത്തം നിരങ്ങി നടക്കുമ്പോൾ നമ്മൾ കാലിൻ്റെ ഇവിടെ, അവൻ്റെ കാലിൻ്റെ ഇവിടെ പൊട്ടും. ഇവിടെയൊക്കെ നമ്മൾ കുട്ടാപ്പിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ ഇവിടെയൊക്കെ കുട്ടാപ്പിയുടെ ഫുള്ള് സ്കിന്ന് പോയിട്ട് ഒരതിട്ട് മുറി വരുന്നിട്ടാ. അപ്പൊ കുട്ടാപ്പി ഗുണ്ടായി. ഇപ്പൊ കുട്ടാപ്പിന് നല്ല തന്നെ. ഇപ്പൊ രാവിലെ ഇവിടെ ഇറക്കിയിരുന്നു. ഇപ്പൊ കുട്ടാപ്പിനായിട്ട് കുട്ടാപ്പി 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 നീക്കൂ. കുഞ്ചു പോയിട്ട് വേണം നമുക്ക് കുട്ടാപ്പിനെ ഒരു ഫിസിയോതെറാപ്പി ചെയ്യാൻ കേട്ടാ. കുട്ടാപ്പി കുട്ടാപ്പിട്ടോ അല്ലേ കുട്ടാപ്പി 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 കുട്ടാപ്പിയുടെ വീട്ടിക്ക് പോവാലോ. നീ വിശ്രമിച്ചോട്ടാ. കുറച്ചേരം വിശ്രമിച്ചോട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. കുട്ടാപ്പി ഞാൻ ചിലപ്പോൾ നേരം പോകുമ്പോൾ അമ്മ ജോലിക്ക് പോണതിൻ്റെ മുന്നേ എല്ലാം വിരിച്ച് ചാക്കൊക്കെ വിരിച്ച് തുണിയൊക്കെ വിരിച്ച് റെഡിയാക്കും. ഇതിൽ കുട്ടാപ്പി ഇപ്പോൾ തുടങ്ങും അപ്പിടലും മൂത്രമൊഴിക്കലൊക്കെ. അപ്പം അത് നേരത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കുട്ടാപ്പി കണ്ണിന്ന് കുറച്ച് പീള വരുന്നൊരു ഇതുണ്ട്. എന്നാലും മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കയറുന്നോ പച്ചരണോ? കുഞ്ചുസ കളിക്കാനല്ല, നമുക്ക് കെട്ടണ്ടേ? വാ നീക്കി. ഭയങ്കര മടിയാനായിരുന്നു. ഇതില്ലേ അത് കഴിഞ്ഞപ്പോൾ നമ്മളിതിങ്ങനെ ഈ സ്കിന്നിങ്ങനെ കൂടി കവർ ചെയ്തിട്ട് വരണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ സ്റ്റിച്ചൊക്കെ ഓൾറെഡി നമ്മൾ എടുത്ത്. ഇനി ഇത് മുറിവ് കൂടി കംപ്ലീറ്റ് വരുന്നത് സ്റ്റിച്ച് പൊട്ടിപ്പോയതാ. അപ്പോൾ സ്കിന്നിങ്ങനെ കൂടി വരണം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം. നല്ല ഹാപ്പിയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഗ്ലൗസ് ഒന്നും ഇട്ടില്ല. നമ്മളെ ഗ്ലൗസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ കുഞ്ചു കാരണം ഗ്ലൗസ് ഒന്നും ഇട്ടില്ല. നമ്മൾ ലോറക്സേനും പിന്നെ വെച്ചട്ടയുടെ വൗണ്ട് സെറ്റും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതാണ്. രണ്ടും നമ്മൾ എന്നിട്ടാ നല്ല കുട്ടിയിട്ട് വെക്കോ?
അല്ലേ? നമ്മളെ കുഞ്ചുവിന്റെ മുറി ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടാ. കുഞ്ചു കുഞ്ചു സ്വച്ഛാണ്. കുഞ്ചു മുറി മാറിയിട്ട് പോണ്ടേ? മുറ ഈ മുറിയൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിയിട്ട് പിന്നെ നോക്കാൻ പറഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയാല് നമുക്കൊരു സങ്കടമാണ്. ഇവിടെ നിർത്തിയാൽ നോക്കിട്ടാ, ഓടിക്കയറും കൂട്ടിക്ക്. അവിടെ നിർത്തി കുഞ്ചുവിനെ ഇവിടെ നിർത്തിയാൽ മതി. അപ്പൊ ഓടി കൂട്ടിക്ക് കയറൂട്ടാ കുഞ്ചു. ഓക്കെ കുഞ്ചുവിന് സ്പെഷ്യൽ സാധനം കൊടുക്കാണ്ട്. ഇത് നമ്മളെ മെഡിക്കൽ സ്റ്റോറാണ് കേട്ടോ. നമ്മളെ മെഡിക്കൽ സ്റ്റോറാണ്. ഇന്നല്ല ഒത്തിരി മരുന്നുകളുണ്ടായിരുന്നു. കുഞ്ചുവിന് സ്പെഷ്യലായിട്ട് കൊടുക്കും. ഇന്നും രാവിലത്തെ നമ്മളെ പരിപാടികൾ ഇതൊക്കെ തന്നെ. പിന്നെ അവർക്കുള്ള ചോറ് അവർക്കുള്ള കറിയൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ കുറച്ച് നമ്മൾ കിട്ടുന്നിടത്ത് പോകണം. ചങ്ങനകുളത്ത് അവനുള്ള മരുന്നും കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. പിന്നെ അവർക്ക് പിറ്റേ ദിവസമുള്ള ചിക്കൻ കടയ്ക്ക് പോയിട്ട് ഇറച്ചി വാങ്ങാൻ പോകണം. അതിൻ്റെ ഇടയിൽ നമ്മൾ റെസ്ക്യൂകൾ വരും. അപ്പോൾ അങ്ങോട്ട് ഓടും. അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ അമലേക്ക് പോകാം. നമ്മളെ അന്നത്തെ ടെസ്റ്റുകളൊക്കെ കുറച്ച് ചെയ്യാണ്ടായിരുന്നു. ഡോക്ടറെ കാണാനുണ്ടായിരുന്നു 1 മാസത്തിന് ശേഷം. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാം സെറ്റ് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഉറങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വീണ്ടും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. നമ്മളെ എന്താ പറയുക, മിണ്ടാപ്രാണികളെ സഹായിക്കുന്ന എൻ്റെ കൂടെ ഈ നന്മ പ്രവൃത്തി നിങ്ങൾക്കും എൻ്റെ കൂടെ പങ്കാളികളാവാൻ ഏതെങ്കിലും രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാതെ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നിങ്ങളാൽ കഴിയുന്നത് ഓരോ മിണ്ടാപ്രാണി എന്നില്ല, മനുഷ്യനോ മിണ്ടാപ്രാണിയോ വേർതിരിവില്ലാതെ നിങ്ങളാൽ കഴിയുന്നത് ഓരോ ജീവനും വേണ്ടി നിങ്ങൾ കഴിയുന്നത് ചെയ്തു കൊടുക്കുക. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.